എൻ്റെ മോളുണ്ടല്ലോ ഈവനിങ്ങിൽ ക്ലാസ് കഴിഞ്ഞ് വന്ന ആദ്യം നോക്കുന്ന സ്ഥലം കേട്ടോ ഈ ഒരു ടേബിള്. അവൾക്ക് അവിടെ എന്തെങ്കിലും കാണണം. മിക്ക ദിവസങ്ങളിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ. ഇന്നിപ്പോൾ ഇതാ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൊക്കവടയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി പൊട്ടിച്ച് കൊണ്ടുവന്നു. ഉള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ടുണ്ട്. ഈ ഒരു ഇഞ്ചി കഷ്ണം മുഴുവൻ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. മോന് ചെറുതായിട്ടൊന്ന് കടിച്ചാൽ മതി, പിന്നെ അതൊന്നും കഴിക്കൂല. പിന്നെ കറിവേപ്പിലയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളകും കൂടെ ചേർക്കുക. അതും ഞാനിവിടെ ചേർക്കാറില്ല, കാരണം മക്കൾക്ക് അത് കടിച്ചാൽ പിന്നെ ഇവരിത് കഴിക്കില്ല. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ചേർത്തിട്ടുള്ളൂ. പിന്നെ കടലമാവ്, മൈദ, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ചുകൂടെ കാശ്മീരി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. മാവ് റെഡിയാക്കിയതിന് ശേഷം ഞാനത് എണ്ണയിലിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടിയാട്ടോ. ഞങ്ങളിവിടെ കൊക്കവട എന്നാണ് പറയുക. ചില നാട്ടിലൊക്കെ ഇത് പക്കവടയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് റെസിപ്പി.